നമ്മൾ മലയാളികൾക്ക് നാളിതുവരെ മറ്റു രാജ്യങ്ങളിൽ സംഭവിക്കുന്ന ഒരു വാർത്ത മാത്രമായിരുന്നു ഉഷ്ണതരംഗം. ഒടുവിൽ ഇത്തരം പ്രതിഭാസങ്ങൾ ഇതാ നമ്മുടെ കേരളത്തിലും എത്തിക്കഴിഞ്ഞു. മരണം വരെ സംഭവിക്കാവുന്ന അപകടം പിടിച്ച ഉഷ്ണമാണ് ഈ സമയത്തുണ്ടാവുന്നത്. പാലക്കാട് ജില്ലയ്ക്ക് പുറമെ തൃശൂർ ജില്ലയിലും ഉഷ്ണതരംഗം സ്ഥിരീകരിച്ചതായി കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു കഴിഞ്ഞു. സംസ്ഥാനത്തെ ഏറ്റവും ഉയർന്ന ചൂടാണ് തുടർച്ചയായ ദിവസങ്ങളിൽ പാലക്കാടും മറ്റു ജില്ലകളിലും അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. 41.6 ഡിഗ്രി സെൽഷ്യസ് ചൂടാണ് തുടർച്ചയായ ദിവസങ്ങളിൽ പാലക്കാട് അനുഭവപ്പെടുന്നത്. സാധാരണയേക്കാൾ 5.5 ഡിഗ്രി സെൽഷ്യസ് കൂടുതലാണിത്. ഒരാഴ്ചയായി പാലക്കാട് മാത്രം 41 മുകളിലാണ് താപനില രേഖപ്പെടുത്തുന്നത്. തൃശൂർ വെള്ളാനിക്കരയിൽ ശരാശരിയേക്കാൾ 5.3 ഡിഗ്രി കൂടുതൽ ചൂടാണ് രേഖപ്പെടുത്തിയത്. വേനൽ മഴ മെയ് 2ാം ആഴ്ചയിൽ പ്രതീക്ഷിക്കാമെന്നാണ് വിദഗ്ധർ പറയുന്നത്. കൊല്ലം, കോട്ടയം, ആലപ്പുഴ, എറണാകുളം, മലപ്പുറം, കോഴിക്കോട് എന്നീ ജില്ലകളിലും ഉയർന്ന താപനിലയാണ് രേഖപ്പെടുത്തിയത്. ഇതുവരെ കഴിഞ്ഞ 3 ആഴ്ചക്കിടെ കേരളത്തിൽ ചൂട് കാരണം 3 മരണങ്ങളാണ് സംഭവിച്ചത്. ഇതിനു മുൻപ് കേരളത്തിൽ 1987-ൽ 41.8 ഡിഗ്രി സെൽഷ്യസ് രേഖപ്പെടുത്തിയിരുന്നു. 2016 ഏപ്രിൽ 27 രേഖപ്പെടുത്തിയ 41.9 ഡിഗ്രി സെൽഷ്യസ് ആണ് 1951 ശേഷം സംസ്ഥാനത്ത് രേഖപ്പെടുത്തിയ ഏറ്റവും ഉയർന്ന താപനില. ഉഷ്ണതരംഗത്തിൽ ഉടനൊന്നും മാറ്റമുണ്ടാകില്ല എന്നാണ് കാലാവസ്ഥാ കേന്ദ്രം അറിയിക്കുന്നത്. സംസ്ഥാനത്ത് മെയ് 2 വരെ കടുത്ത ചൂട് തുടരുമെന്നാണ് കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ്. ഉയർന്ന താപനില നിലനിൽക്കുന്ന പാലക്കാട്, കൊല്ലം, തൃശൂർ ജില്ലകളിൽ ഉഷ്ണതരംഗ സാഹചര്യം തുടരും. ഇടുക്കിയും വയനാടും ഒഴികെ 12 ജില്ലകളിൽ ഉയർന്ന താപനില മുന്നറിയിപ്പുണ്ട്. സൂര്യാഘാതവും സൂര്യാതാപവും ഏൽക്കാൻ സാധ്യത കൂടുതലായതിനാൽ പകൽ സമയങ്ങളിൽ പുറത്തിറങ്ങുന്നവർ അതീവ ജാഗ്രത പാലിക്കണമെന്നാണ് ആരോഗ്യ വകുപ്പിന്റെ നിർദ്ദേശം. പകൽ 12 മണി മുതൽ 3 മണി വരെയുള്ള തൊഴിൽ സമയം ക്രമീകരിക്കണമെന്നാണ് തൊഴിൽ വകുപ്പ് അറിയിച്ചിരിക്കുന്നത്. ആരോഗ്യ വകുപ്പ് പുറത്തിറക്കിയ ജാഗ്രതാ നിർദ്ദേശങ്ങൾ മറ്റെന്തൊക്കെയാണെന്ന് നോക്കാം. ശരീരത്തിൽ നേരിട്ട് വെയിലേൽക്കുന്ന എല്ലാതരം പുറം ജോലികളും കായിക വിനോദങ്ങളും മറ്റ് പ്രവർത്തനങ്ങളും പൂർണ്ണമായി നിർത്തിവെക്കുക. ധാരാളം വെള്ളം കുടിക്കുക. അത്യാവശ്യങ്ങൾക്ക് മാത്രം പുറത്തിറങ്ങുമ്പോൾ നിർബന്ധമായും കുടയും പാദരക്ഷയും ഉപയോഗിക്കുക. കായികാധ്വാനമുള്ള ജോലികളിൽ ഏർപ്പെടുന്നവർ ഇടവേളകൾ എടുത്തും വിശ്രമിച്ചുകൊണ്ടും മാത്രം ജോലിയിൽ ഏർപ്പെടുക. നിർജ്ജലീകരണം ഉണ്ടാകുന്ന മദ്യം, കാർബണേറ്റ് പാനീയങ്ങൾ, ചായ, കാപ്പി എന്നിവ പകൽ സമയത്ത് പൂർണ്ണമായും ഒഴിവാക്കുക. വൈദ്യുത ഉപകരണങ്ങൾ നിരന്തരം ഉപയോഗം മൂലം ചൂടുപിടിച്ചും വയർ ഉരുകിയും തീപിടുത്തത്തിന് സാധ്യത ഉള്ളതിനാൽ ഓഫീസുകളിലും വീടുകളിലും ഉപയോഗശേഷം ഇവ ഓഫ് ചെയ്തിടുക. വീട്ടിലും ഓഫീസിലും തൊഴിലിടത്തിലും വായുസഞ്ചാരം ഉറപ്പാക്കുക. കുട്ടികൾക്ക് കൂടുതൽ വെയിലേൽക്കുന്ന പരിപാടികൾ ഒഴിവാക്കുകയോ സമയക്രമീകരണം നടത്തുകയോ ചെയ്യുക. കുട്ടികളെ വിനോദസഞ്ചാരത്തിന് കൊണ്ടുപോകുന്ന സ്കൂളുകൾ രാവിലെ 11 മുതൽ വൈകിട്ട് 3 വരെ കുട്ടികൾക്ക് നേരിട്ട് ചൂടേൽക്കുന്നില്ല എന്ന് ഉറപ്പുവരുത്തുക. കിടപ്പ് രോഗികൾ, പ്രായമായവർ, ഗർഭിണികൾ, കുട്ടികൾ, ഭിന്നശേഷിക്കാർ, മറ്റു രോഗങ്ങൾ മൂലമുള്ള അവശത അനുഭവിക്കുന്നവർ തുടങ്ങിയ വിഭാഗക്കാർ പ്രത്യേക കരുതൽ ഉറപ്പാക്കുക. എല്ലാ പൊതുപരിപാടികളും വൈകുന്നേരങ്ങളിലേക്ക് മാറ്റിവെക്കുന്നത് ഉചിതമായിരിക്കും. കേരളീയർ ഇതുവരെ കടന്നുപോകാത്ത ഇത്തരമൊരു സാഹചര്യത്തെ എങ്ങനെ നേരിടാമെന്ന നിർദ്ദേശങ്ങൾ ജനങ്ങൾക്കായി ദുരന്ത നിവാരണ വിദഗ്ധർ അടക്കം പങ്കുവയ്ക്കുന്നുണ്ട്. ആരോഗ്യ വകുപ്പും മറ്റു വിദഗ്ധരും നമുക്ക് നൽകുന്ന നിർദ്ദേശങ്ങൾ പാലിച്ച് സുരക്ഷിതമായി ഈ മരണച്ചൂടിനെ പ്രതിരോധിക്കാം.